ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിൽ NCERT സൊല്യൂഷൻസ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻ നമ്പർ 3, 4 ആൻഡ് 5. ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ചോദ്യം. ആ എക്സസൈസിൽ വരുന്ന മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. നോക്കാം നമുക്ക്. Prove that the greatest integer function ഏതാണ്? Greatest integer function f r to r given by f of x equal to greatest integer function is neither 1 1 nor onto where x is denoted the greatest integer less than or equal to x. എന്താണ് ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. സോ എക്സ് ഡിനോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. നമ്മൾ ആദ്യം 1 1 ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ. അതവിടെ ശ്രദ്ധിച്ചോളാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ. ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. എഫ് ഓഫ് 1ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ എഫ് ഓഫ് 1.2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ഡെഫിനിഷൻ നോക്കിക്കോട്ടോ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ എടുത്ത എക്സ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ 1 ഒരു ഇൻറ്റിജർ ആണ്. 1.2നോട് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ 1.2നേക്കാൾ ചെറുതായിട്ടുള്ള ഒരു ഇൻറ്റിജർ, അതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 1.2 ഇൻറ്റിജർ അല്ല. അപ്പോൾ 1.2നോട് അടുത്ത് വരുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആരാണ്? 1 ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് അല്ലേ. ഇനി 1.999 അതിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആരാണ്? 1 ആണ്. 2 അല്ല കേട്ടോ, അതായത് 1 ആണ്. കാരണം അടുത്ത് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എഫ് ഓഫ് എക്സിന് ഞാൻ 1 എടുത്തപ്പോഴും എനിക്ക് ഇമേജ് കിട്ടിയത് 1 ആണ്. 1.2 എടുത്തപ്പോഴും എനിക്ക് കിട്ടിയത് ഇമേജ് 1 ആണ്. 1.99 എടുത്തപ്പോഴും എനിക്ക് കിട്ടിയ ഇമേജ് എന്താണ്? 1 ആണ്. നമ്മളുടെ 1 1 എന്ന് പറയുന്നത് എന്താണ്? ഓരോ എലമെൻറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക് ഇമേജ് വേണം, എങ്കിലേ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? 1 1 എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എടുത്തിട്ടുള്ള ഫസ്റ്റ് സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനും പല എലമെൻറ്റുകൾക്കും ഇവിടെ സെയിം ഇമേജ് ആണ് വരുന്നത്, യുണീക്ക് ഇമേജ് അല്ല വരുന്നത്. ഇപ്പം നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 2 ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെത് 2 ആണ് വരിക. ദെൻ 2.33 ആണ് എടുക്കുന്നത്, 2.3 ആണ് എടുക്കുന്നതെങ്കിലോ അതും 2 ആണ് വരിക. 3 അല്ല 2 കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ് തന്നെ, ഒരു ഇമേജ് തന്നെ പല ആളുകൾക്കാണ്. മെനി വൺ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. നമുക്ക് 1 1ഉം ഓൺ ടു അല്ലാന്ന് തെളിയിക്കാനാണ്. അപ്പോൾ ഇത് 1 1 അല്ല എന്ന് കിട്ടി. ഓക്കെ. എഫ് ഈസ് നോട്ട് 1 1. അടുത്തത് ഓൺ ടു തെളിയിക്കാൻ പോവാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ആണ്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് വരിക. അപ്പോൾ വൈ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് എന്ന് എടുത്തു. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് വരിക ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഇടുമ്പോൾ അല്ലേ. പക്ഷേ വാല്യൂ ഓഫ് വൈ ഓൾവേസ് കം ആൻ ഇൻറ്റിജർ. ഇവിടെ വൈയുടെ വാല്യൂ എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കും. നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ നോക്കിയാൽ ഇവിടെ ഇതും റിയൽ നമ്പറാണ്, ഇതും റിയൽ നമ്പറാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ √2 ഉണ്ട്, 1.3 ഉണ്ട്, അങ്ങനെ ഒരുപാട് നമ്പറുകളുണ്ട്. കൂട്ടത്തിൽ 1 2 എന്ന് പറയുന്ന ഇൻറ്റിജറുകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഏതൊരു ഇമേജിനും ഈ ഇൻറ്റിജറുകൾ മാത്രമേ എന്ത് വരുള്ളൂ? ഇമേജ് വരുള്ളൂ. നമ്മളുടെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിലുള്ള എല്ലാ എലമെൻറ്റുകളും ഫസ്റ്റ് സെറ്റിലുള്ള എലമെൻറ്റിൻ്റെ ആരുടെയെങ്കിലും ഒരു ഇമേജ് ആവണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ √2 1.3 ഒന്നും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ ഒരിക്കലും ഇമേജ് ആയിട്ട് വരില്ല. വരുമോ? ഇല്ലല്ലോ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ ഇൻറ്റിജർ നമ്പർ മാത്രമേ ഇമേജ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നതാണ് വാല്യൂ ഓഫ് വൈ ഓൾവേസ് കം ആൻ ഇൻറ്റിജർ. ഇവിടെ വൈയുടെ വാല്യൂ എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കും. പക്ഷേ വൈ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. അവിടെ വേറെയും ഒരുപാട് നമ്പറുകളുണ്ട്, ഇൻറ്റിജർ അല്ലാത്ത ഒരുപാട് നമ്പറുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇമേജ് ഇല്ലാത്ത ഒരുപാട് നമ്പറുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് നോട്ട് ഓൺ ടു എന്ന് പറയാം. ഓക്കെ ആണ്. അപ്പോൾ 1 1ഉം അല്ല, ഓൺ ടു അല്ല. ഇനി നാലാമത്തെ ചോദ്യം. ഷോ ദാറ്റ് മോഡുലസ് ഫംഗ്ഷൻ, നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ് പറഞ്ഞത്. ഇനി മോഡുലസ് ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ റിയൽ നമ്പർ എന്നാണ് കേട്ടോ, ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഇസ് നൈദർ
1 1 nor on 2, where mod x is the x if x is positive or 0 and mod x is minus x if x is negative. നമുക്ക് നോക്കാം. ഇതാണ് ഒരു മോഡ് എക്സിൻ്റെ ഫങ്ഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. എക്സ് ആണ് കിട്ടുക എപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ. മൈനസ് എക്സ് ആയിരിക്കും എപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യം 1 1 എന്ന് തുടങ്ങുകയാണേ. നോക്കിക്കോ, എഫ് ഓഫ് 1 1 ഈക്വൽ ടു മോഡ് 1 എടുത്തു. മോഡ് 1 എത്രയാണ്? 1 ആണ്. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എക്സ് തന്നെയാണ് ആൻസർ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലത്, അപ്പോൾ ആ എക്സ് തന്നെ ആൻസർ. ഇനി -1 എടുത്തു. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കിക്കോട്ടോ. ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ മൈനസ് എക്സ് ആണ്. അപ്പോൾ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇട്ടു. ഇവിടെ എഴുതുന്നുണ്ടേ. ഇനി എക്സിൻ്റെ വാല്യൂ എന്താ? -1. രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പോൾ 1 ആയി. നോക്കിയാ, ഇവിടെ 1നും -1നും ഒരേ ഇമേജ് ആണ്. നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം യുണീക്ക് ഇമേജ് ആയിരിക്കണം. ഇവിടെ രണ്ടെണ്ണത്തിനും ഒരേ ഇമേജ് ആണ്. ഇതിനെ നമുക്ക് മെനി വൺ ഫംഗ്ഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഡിഫറെൻറ്റ് എലമെൻറ്റ് 1 -1 ഹാവ് ദ സെയിം ഇമേജ് 1. അപ്പോൾ അതെന്തല്ല? 1 1 അല്ല. എഫ് ഈസ് നോട്ട് 1 1. ഇനി ഓൺ ടു ചെക്ക് ചെയ്യാൻ പോവാണ്. നേരത്തെ നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റർ ചെക്ക് ചെയ്ത പോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു ആർ. വൈ ഈക്വൽ ടു മോഡ് എക്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈ ഈസ് പോസിറ്റീവ്. വൈ എപ്പോഴും പോസിറ്റീവ് ആകും, കാരണം മോഡിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്. നോക്കിയാൽ മൈനസ് വന്നപ്പോഴും ആൻസർ കിട്ടിയത് പോസിറ്റീവാണ്, പോസിറ്റീവ് വന്നപ്പോഴും ആൻസർ കിട്ടിയത് പോസിറ്റീവാണ്. ഓക്കെ, പക്ഷേ വൈ പോസിറ്റീവ് നമ്പറുകൾ മാത്രമേ ഇമേജ് ആയിട്ട് വരുള്ളൂ. അവിടെ റിയൽ നമ്പറാണ്. ഒരുപാട് വേറെ നമ്പറുകളുണ്ട്. നെഗറ്റീവ് നമ്പറുകൾ ലോഡ് കണക്കിനുണ്ട് റിയൽ നമ്പറിൽ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഒരിക്കലും വരില്ല എന്നുള്ള കാര്യം ഉറപ്പായില്ലേ. ബട്ട് വൈ ഈസ് എ റിയൽ നമ്പർ. അവിടെ പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അവിടെ ആര് വരില്ല? നെഗറ്റീവും ബാക്കി കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ വൈയിൽ ഇമേജ് ആവാത്ത കുറേ ആളുകളുണ്ട്. നെഗറ്റീവ് നമ്പർ ആരുടെയും ഇമേജ് ആവൂല. നമ്മളുടെ ഓൺ ടുവിൻ്റെ ഡെഫിനേഷൻ പ്രകാരം സെക്കൻഡ് സെറ്റിലുള്ള ഓരോരുത്തരും ആരുടെയെങ്കിലും ഇമേജ് ആവണം. ഓക്കെ, അപ്പോൾ ഇതെന്തും അല്ല, ഓൺ ടു അല്ല. എന്നാൽ ഇനി അഞ്ചാമത്തെ ചോദ്യം. ഷോ ദാറ്റ് ദ സിഗ്നം ഫംഗ്ഷൻ എഫ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 എക്സ് ഈക്വൽ ടു 0, -1 എക്സ് ലെസ് ദാൻ 0. 0നേക്കാൾ വലുതാകുകയാണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും ആൻസർ. 0 ആണെങ്കിൽ 0 ആണ്. 0നേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ -1. ഈസ് നൈദർ 1 1 ഓർ ഓൺ ടു എന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം എഫ് ഓഫ് 0 എടുത്തു. 0 ആണെന്നുണ്ടെങ്കിൽ 0 ആണ്. എഫ് ഓഫ് -1 ലെസ് ദാൻ 0 ആകുമ്പോൾ -1. എഫ് ഓഫ് 1 എത്രയാ? 1 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1. എഫ് ഓഫ് 2 ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ഉള്ള ഏത് നമ്പർ എടുത്താലും ആൻസർ എത്രയാ? 1. കണ്ടോ, 1നും 1 ആണ്, 2നും 1 ആണ്. ഇനി ഒരു നെഗറ്റീവ് -2 എടുത്താൽ അതും -1 ആണ്. അപ്പോൾ ഇവിടെ -1നും 1 ആണ്, -2നും 1 ആണ്. ഓക്കെ, കണ്ടോ, എഫ് ഓഫ് -2നും -1 ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റ് 1 and 2 ഹാവ് ദ സെയിം ഇമേജ് 1. 1നും -1നും ഒരു മിനിറ്റ്, 1നും 2നും ഒരേ ഇമേജ് 1 ആണ്. അവിടെ തന്നെ കിട്ടി. അതേപോലെ തന്നെ -1നും -2നും ഒരേ ഇമേജ് -1 ആണ്. ഓക്കെ, മെനി 1 ആണ്. യുണീക്ക് ഇമേജ് അല്ല. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ഇമേജ് അല്ലല്ലോ, അല്ല. അപ്പോൾ എഫ് ഈസ് നോട്ട് 1 1. അടുത്തത് ഓൺ ടു. Let y equal to f of x. The value of f of x is defined only for 1 0 -1. നമ്മൾ ഏത് നമ്പർ എടുത്താലും ഈ രണ്ടാമത്തെ സെറ്റിൽ 1 -1 0 1 ഈ 3 നമ്പറുകൾ മാത്രമേ ഇമേജ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ നെഗറ്റീവ് നമ്പറുകളൊക്കെ -1ലോട്ടാണ് ഫ്ലോട്ട് ചെയ്യുക. 0 0ലോട്ടും പോസിറ്റീവ് നമ്പറുകളൊക്കെ 1ലോട്ടാണ് നമുക്ക് ഇമേജ് വരക്കാൻ പറ്റുക. ഇവിടെ വേറെയും ഒരുപാട് നമ്പറുകളുണ്ട്. കാരണം റിയൽ നമ്പറിലോട്ടാണ് നമ്മളുടെ വൈ പോകുന്നത്. ഓക്കെ, ഇവിടെയുള്ള സെറ്റിലുള്ള ഓരോ എലമെൻറ്റും ഡിഫറെൻറ്റ് ഇമേജ് ഉണ്ടെങ്കിൽ 1 1 എന്നാണ് പറയുക. പക്ഷേ സെയിം ഇമേജ് വരുന്നു, അപ്പോൾ 1 1 അല്ല. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ ഓൺ ടുവിന് സെക്കൻഡ് എലമെൻറ്റിലുള്ള എല്ലാവരും ആരുടെയെങ്കിലും ഇമേജ് ആവണം എന്നാണ് പറഞ്ഞത്. പക്ഷേ സെക്കൻഡ് എലമെൻറ്റിലുള്ള -1ഉം 0ഉം 1ഉം മാത്രമേ ഇവിടെ ഇമേജ് ആകുന്നുള്ളൂ. ഇമേജ് അല്ലാത്ത വേറെയും ഒരുപാട് നമ്പറുകളുണ്ട്. അപ്പോൾ ഇതെന്തല്ല, ഓൺ ടു അല്ല. ഓക്കെ, ഫോർ അതർ നമ്പർ, ഫോർ എക്സാമ്പിൾ y equal to 2, y equal to 10, there is no corresponding element x. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. y equal to 2
2 മാത്രമൊന്നുമല്ല, y -1ഉം 0ഉം 1നും മാത്രമേ ഇമേജ് ഉള്ളൂ. വേറെ ഒരു നമ്പറിനും അവിടെ ഇമേജ് ഇല്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ y = 2 y = 10 ഒന്ന് എടുത്തോളുന്നു. അപ്പോൾ f ഈസ് നോട്ട് ഓൺ ടു, എന്താണ് ഓൺ ടു അല്ല. അപ്പോൾ 1 1ഉം അല്ല ഓൺ ടു അല്ല. ഓക്കെയാണ്.